ഈ വീഡിയോ നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മണ്ഡലമാണ് അനലൈസ് ചെയ്യുന്നത്. 5 മണ്ഡലങ്ങളാണ് വരുന്നത്: അടൂര്, ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല. ഈ 5 മണ്ഡലങ്ങളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ വോട്ടുകൾ ഒരു അസംബ്ലി മണ്ഡലമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ അനാലിസിസ്. ഓരോ മണ്ഡലങ്ങളിലും അതാത് പഞ്ചായത്ത് കിട്ടിയ ഓരോ മുന്നണിയും കിട്ടിയ വോട്ടുകളാണ്. അത് വെച്ചിട്ട് നമ്മളൊരു പ്രൊഡിക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അടൂര് മണ്ഡലത്തിലേക്ക് പോകാം. അടൂർ മണ്ഡലം എന്ന് വെച്ചാൽ അടൂർ മുനിസിപ്പാലിറ്റിയും പന്തളം മുനിസിപ്പാലിറ്റിയും പിന്നെ 7 പഞ്ചായത്തുകളോട് ചേരുന്നതാണ് അടൂർ മണ്ഡലം. വലിയ മണ്ഡലമാണ്. 2 മുനിസിപ്പാലിറ്റി വരുന്നുണ്ട്, 7 പഞ്ചായത്ത്. അടൂർ മണ്ഡലത്തിൽ UDF 57,422 വോട്ട് കിട്ടിയപ്പോൾ LDF 54,162 വോട്ട്. തുല്യശക്തികൾ 54,000, 57,000, 3,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. എൻ ഡി എക്ക് 30,000 വോട്ടുണ്ട് അടൂര്. ഗ്രേറ്റ്. കാരണം തിരുവനന്തപുരം ജില്ല ആലോചിച്ച് തിരുവനന്തപുരത്ത് നല്ല വോട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയിലും നല്ല സ്ട്രോങ് ഹോൾഡ് ഉള്ളതാണ് BJP. അപ്പോൾ മറ്റുള്ള സ്വതന്ത്രം എല്ലാം കൂടി ഒരു 10,000 വോട്ടോളം പിടിച്ചിട്ടുണ്ട്. മെമ്പർമാർ നോക്കുവാണെങ്കിൽ UDF 84 മെമ്പർമാരുണ്ട്, LDF 68, NDAക്ക് 34 ഉണ്ട്, സ്വതന്ത്രമായിട്ട് 5 പേരുണ്ട്. ഇപ്പം എൻ്റെ ഒരു അനാലിസിസ് UDF കൂടുതൽ വോട്ടുണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മെമ്പർമാരുണ്ട്. നാച്ചുറലി UDF ഒരു ഈസി വിൻ അടൂര് എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. LDF വോട്ട് നല്ലൊരു കുറവ് വരും ഭരണവിരുദ്ധതയുള്ളതുകൊണ്ട്. എന്നാലും UDF ഒരു കൺവിൻസിംഗ് ആയിട്ട് അടൂർ മണ്ഡലം എടുക്കുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ആറന്മുള മണ്ഡലത്തിലേക്കാണ്. ആറന്മുള മണ്ഡലത്തിൽ 13 ലോക്കൽ ബോഡീസ് ഉണ്ട്. വലിയ മണ്ഡലമാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും ബാക്കി 12 പഞ്ചായത്തും. വളരെ വലിയ മണ്ഡലമാണ് കേട്ടോ ആറന്മുള മണ്ഡലത്തിലെ UDF 59,000 വോട്ട് UDF വലിയൊരു ലീഡ് എടുത്തിരിക്കുകയാണ്. LDF 44,000 വോട്ട്, BJPക്ക് 32,000 വോട്ട്. BJPക്കും പത്തനംതിട്ടയിൽ സ്ട്രോങ് ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. 30,000 കൂടുതൽ വോട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം കൂടെ 20,000 വോട്ട് സ്വതന്ത്രമുണ്ട്. വലിയ മണ്ഡലമാണ്. അതുകൊണ്ട് പറയാം 20,000 പേര് സ്വതന്ത്രമാണ്. അപ്പം മെമ്പർമാരെ നോക്കി UDF 103 മെമ്പർമാരുള്ള. അപ്പം LDF 56 മെമ്പർമാരേ ഉള്ളൂ. വോട്ട് നോക്കുവാണെങ്കിൽ 15,000 വോട്ടിന്റെ വ്യത്യാസം ഉള്ളെങ്കിലും മെമ്പർമാരെ നോക്കുമ്പോൾ പകുതിയോളേ ഉള്ളൂ LDF. NDAക്ക് 43 മെമ്പർമാരുണ്ട്, ബാക്കിയുള്ളവർ 17 സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ UDF തന്നെ ഭയങ്കര ഒരു അപ്പർ ഹാൻഡ് ഉള്ള മണ്ഡലമാണ്. UDF എന്തായാലും അത് നിലനിർത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത് ആറന്മുള മണ്ഡലത്തിലെ മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമാണ്. ഒരു ഭരണവിരുദ്ധത നല്ല രീതിയിൽ ഉണ്ട്. അബിൻ വർക്കിയാണ് UDF 2 ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനകത്ത് വോട്ട് സ്പ്ലിറ്റ് ആയാലും അബിൻ വർക്കിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. BJPക്ക് നിൽക്കുന്ന ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം ആയതുകൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് BJPയുടെ വോട്ട് ഷെയർ നല്ലപോലെ കൂടും. ഇപ്പം BJP സെക്കൻഡ് എത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. UDF ഫസ്റ്റും BJP സെക്കൻഡും LDF 3-ാം സ്ഥാനം ആവുമെന്നാണ് ആറന്മുള ഞാൻ നോക്കുന്നത്. അപ്പം എന്തായാലും UDF ഒരു വോട്ട് കുറച്ച് കുറഞ്ഞാലും BJP കുമ്മനം രാജശേഖരൻ അദ്ദേഹം കുറെ വോട്ട് UDF LDF പിടിക്കും. എന്തായാലും UDF വോട്ട് കുറഞ്ഞാലും UDF അത് ആറന്മുള UDF വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അടുത്ത കോന്നി മണ്ഡലമാണ്. കോന്നി മണ്ഡലത്തിൽ 11 പഞ്ചായത്താണ് ഉള്ളത്. അത് വലിയൊരു മണ്ഡലമാണ് 11 പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ. കോന്നി മണ്ഡലത്തിലെ UDF ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത്. UDF 52,000 വോട്ട് കിട്ടിയപ്പോൾ LDF 47,000 വോട്ടേ ഉള്ളൂ. ഒരു 4,000 വോട്ടിന്റെ കുറവുണ്ട് LDF. BJP NDAക്ക് 26,000 വോട്ട് ഉണ്ട്. 20% BJPക്ക് വോട്ടുണ്ട്. ഇപ്പോൾ മറ്റുള്ള വീഡിയോ പറയുന്ന പോലെ BJPക്ക് പലർക്കും കാൻഡിഡേറ്റ് നിർത്താൻ പറ്റാത്തത് കൊണ്ട് വോട്ട് കുറെ കിട്ടാത്തത് ഉണ്ട്. കാരണം പല പഞ്ചായത്ത് വാർഡുകളിലും BJPക്ക് മത്സരിക്കാൻ ആളില്ല, ചില പോക്കറ്റുകളിലുള്ളൂ. അപ്പൊ തന്നെ മണ്ഡലം വരുമ്പോൾ, അസംബ്ലി മണ്ഡലം വരുമ്പോൾ ഒരു 4,000-5,000 വോട്ട് എല്ലാം കൂടെ പല വാർഡുകളിൽ നിന്നും കിട്ടുവാണെങ്കിൽ ഒരു 4,000 വോട്ടൊക്കെ BJPക്ക് അഡീഷണൽ എന്തായാലും കിട്ടുമെന്നാണ്. ഒരു പാർട്ടി വോട്ട് അവിടെ കിടപ്പുണ്ടെന്നാണ് ഒരു നിയമം. പിന്നെ സ്വതന്ത്ര 12,000 വോട്ടുണ്ട്. കോന്നിയുടെ കണ്ടീഷനിലെ മെമ്പർമാരെ നോക്കുകയാണെങ്കിൽ UDF 83 മെമ്പർമാരുള്ളപ്പോൾ LDF 64 മെമ്പർമാരുള്ളത്. NDA BJPക്ക് 21 മെമ്പർമാരും മറ്റുള്ളവർ അതേഴ്സ് സ്വതന്ത്രമായിട്ട് 9 പേരുമാണ്. ഈ ഒരു കണ്ടീഷനിൽ ആകെ 4,000 വോട്ട് വ്യത്യാസമുള്ളൂ. ഭരണവിരുദ്ധ തരംഗം LDF ഉണ്ടെങ്കിലും ഈ കോന്നി മണ്ഡലത്തിലെ UDF BJP അത് BDS കൊടുത്തു സീറ്റ്. കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ മത്സരിച്ച സീറ്റാണ്.
അതേപോലെ ശക്തമായ കാൻഡിഡേറ്റ് ഇടുന്നതിന് പകരം BDJS-നാണ് കൊടുത്തത്. BDJS കാൻഡിഡേറ്റും അത്ര അറിയപ്പെടുന്ന ഒരാളല്ല BDJS-ന്റെ കാൻഡിഡേറ്റ്. അപ്പോൾ അതേപോലെ UDF-ഉം അത് ശ്രീ അടൂർ പ്രകാശിന്റെ മണ്ഡലമാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം അദ്ദേഹം MP ആയതുകൊണ്ട് UDF വേറൊരു ക്യാൻഡിഡേറ്റിനെയാണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹവും മണ്ഡലത്തിലധികം അറിയപ്പെടുന്നതല്ല. അതുകൊണ്ടുള്ള ഒരു ഗുണം LDF-ന് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UDF നല്ലൊരു ക്യാൻഡിഡേറ്റിനെ ഇടുകയാണെങ്കിൽ ശ്രീ അടൂർ പ്രകാശ് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കും എന്ന് ഉറപ്പിച്ചു പറയാവുന്നൊരു മണ്ഡലമായിരുന്നു. പിന്നെ അതേപോലെ BDJS-ന്റെ വോട്ട് പിടിക്കുന്നതനുസരിച്ച് LDF-ന്റെ വോട്ടിലാണ് കുറവ് വരും. 20 വോട്ടുകളിൽ കുറവ് വന്നായിരുന്നു. അത് ശക്തമായ കാൻഡിഡേറ്റ് അല്ലാത്തതുകൊണ്ട് BDJS-ന്റെ വോട്ട് അധികം പിടിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു 4000 വോട്ട് ഈ കോന്നി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പാളിച്ച കൊണ്ട് LDF-ന് അത് ഗുണകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. LDF ഒരു സ്ലൈറ്റ് മാർജിൻ നിലനിർത്താനാണ് സാധ്യത. കോന്നി റാന്നി മണ്ഡലമാണ്. റാന്നി മണ്ഡലം 12 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ്. 12 അതും വലിയൊരു മണ്ഡലമാണ്. 12 പഞ്ചായത്ത് എന്ന് പറയുന്നത്. റാന്നി മണ്ഡലത്തില് UDF-ന് 47,858 വോട്ട്, LDF 34,000 വോട്ട്, NDA 23,000 വോട്ട്, മറ്റുള്ള സ്വതന്ത്രല്ല 20,000 വോട്ട്. മെമ്പർമാരെ നോക്കുകയാണെങ്കിൽ UDF-ന് 85 മെമ്പർമാരാണ്, LDF 44, NDA 28, മറ്റുള്ളവർ 23. ഇപ്പോഴത്തെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ UDF-ന് ഒരു കൺവിൻസിങ് വിന്നാണ്. 14,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. മെമ്പർമാർ 85 ഉള്ളൂ, 40 ഉള്ളൂ LDF-ന്. റാന്നി ഒരു ഈസി ആയിട്ട് UDF ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. NDA-യുടെ കാര്യം NDA 2020 കൊടുത്ത സീറ്റാണ്. അതുകൊണ്ട് പാസ് പെർഫോമൻസ് ഒന്നും അവിടെ ഇല്ല. 2020 അവിടെ വിജയിക്കുമില്ല എന്ന്. ചിലപ്പോൾ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും NDA-യുടെ വോട്ടുകൾ പോകാൻ നോക്കുകയാണെങ്കിൽ NDA ചിലപ്പോൾ 2ാം സ്ഥാനം എത്തിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം 2020 ആണ് നമുക്ക് അറിയത്തില്ല കേട്ടോ. 2020 എറണാകുളത്തുള്ള പാർട്ടിയാണ്. പത്തനംതിട്ടയിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വന്ന് കൊടുത്തത് അല്ലെങ്കിൽ 3ാം സ്ഥാനം തന്നെ. പിന്നെ ഇനിയിപ്പോൾ അല്ലേ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും അങ്ങനെ ഒരു വോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ 2ാം സ്ഥാനം. ഇത്ര ചെറിയൊരു മാർജിനേ ഉള്ളൂ. LDF-ന് അഗൻസ്റ്റ് ആയിട്ടൊരു വോട്ട് അവിടെ പാറ്റേൺ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ UDF ഈസി ആയിട്ട് വിജയിക്കുകയും LDF 2ാം സ്ഥാനവും BJP 2020 3ാം സ്ഥാനവും എടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തിരുവല്ല മണ്ഡലമാണ് ഇനി അനലൈസ് ചെയ്യുന്നത്. തിരുവല്ല മണ്ഡലം എന്ന് വെച്ചാൽ തിരുവല്ല മുനിസിപ്പാലിറ്റിയും 11 പഞ്ചായത്തും, അതും വലിയ മണ്ഡലമാണ്. 12 ലോക്കൽ ബോഡീസ് ഉണ്ട്. തിരുവനന്തപുരമൊക്കെ 5-6 ലോക്കൽ ബോഡിയുള്ള ഒരു മണ്ഡലമാണ്. 12 വരുമ്പം 10 കൂടുതലാണ് പഞ്ചായത്തുകൾ. തിരുവല്ലയില് UDF 12 പൊതുവായിട്ടൊരു UDF-ന് നല്ല വോട്ടിംഗ് കൂടിയിട്ടുണ്ട്. UDF-ന് 53,000 വോട്ട് കിട്ടിയപ്പം LDF-ന്റെ 40,000 വോട്ടോളം ഉണ്ട്. BJP 30,000 വോട്ടുണ്ട്. BJPക്ക് 20% വോട്ട് ക്രോസ് ചെയ്തൊരു മണ്ഡലമാണ്. മറ്റുള്ള സ്വതന്ത്രം എല്ലാം കൂടി 20,000 വോട്ടോളം ഉണ്ട്. സ്വതന്ത്രം അവിടെ സ്ട്രോങ് ആണ്. പിന്നെ വെളിയിൽ ഒത്തിരി ന്യൂട്രൽ വോട്ടുകൾ വെളിയിലുണ്ടെന്നാണ് സ്വതന്ത്രക്ക് വോട്ട് കൂടിയപ്പോൾ. ഇപ്പം മെമ്പർമാരെ നോക്കിയാൽ UDF-ന് 90 മെമ്പർമാര്, LDF-ന് 58 മെമ്പർമാര്, NDA 36, മറ്റുള്ള സ്വതന്ത്രരായിട്ട് 17 പേരുമുണ്ട്. ഇതിലും തിരുവല്ലയിൽ ഞാൻ UDF തന്നെ വിജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നല്ല മാർജിനുണ്ട്. 13,000-14,000 വോട്ടിന്റെ മാർജിനുണ്ട്. എന്നാൽ NDA നല്ലൊരു മുന്നേറ്റം നടക്കും. കാരണം അത് അനൂപ് ആന്റണി NDA-യുടെ ജനറൽ സെക്രട്ടറി, BJP ജനറൽ സെക്രട്ടറി തന്നെ മത്സരിക്കുന്നത് ശക്തരായൊരു കാൻഡിഡേറ്റ് ആണ്. അത് നല്ലൊരു വോട്ട് കൂട്ടുമെന്നും അത് LDF-ന്റെ വോട്ട് കൂടുതൽ പിടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് BJP അവിടെ സെക്കൻഡ് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 3ാം സ്ഥാനത്തേക്ക് LDF പോകുമെന്നാണ്. എന്തായാലും തിരുവല്ല ഞാൻ UDF-ന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്.